നമ്മുടെ ഫുൾ ഹാൻഡ് ഡിസൈൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് എല്ലാവരും പ്രാക്ടീസ് ആക്കിയില്ലേ? അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി പഠിച്ചാലോ? നിങ്ങൾ ഒരു ബ്രൈഡൽ ഹെന്ന ഡിസൈൻ ചെയ്യുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എന്തൊക്കെ വരയ്ക്കണം, ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ഗ്രിഡ് വെച്ചിട്ടല്ലേ, ഇനി അടുത്തതും ഗ്രിഡ് തന്നെ വരയ്ക്കണോ? അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് നോട്ട് ചെയ്തോ, 2 ഗ്രിഡ് അടുപ്പിച്ച് വരച്ചാൽ അത്ര പോരാ. നമ്മളിപ്പോ ഓൾറെഡി ഒരു ഗ്രിഡ് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് നമുക്ക് ഫില്ലിങ്സ് വരക്കാം. അപ്പൊ അടുത്ത പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്രയും ഗ്യാപ്പ് ഇടുക, എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ഈ ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടി നമുക്കൊരു കോർണറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ കോർണറിലേക്ക് ഫസ്റ്റ് ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക, അതിന് ചുറ്റും ഹമ്പും കൂടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഹമ്പിന് ചുറ്റും കുറച്ച് വലിയ ഹംസോടെ വരച്ചു കൊടുക്കുക. കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ 2 ചെറിയ ഹമ്പിന് ഒരു വലിയ ഹമ്പ് അങ്ങനെ അങ്ങ് വരച്ചു കൊടുത്തോ. എന്നിട്ട് ഈ ഫ്ലവറിന്റെ താഴേന്ന് 2 കേർവ്സിനെ ഇതുപോലെ കണക്ട് ചെയ്ത് ലീഫ് വരച്ചു കൊടുക്കുക, ഏകദേശം നമ്മുടെ കണ്ണിന്റെ ഒക്കെ ഒരു ഷേപ്പ്. എന്നിട്ട് ഈ വരച്ചേക്കുന്ന ലീഫിന്റെ മിഡിൽ കൂടെ ഓരോ ലൈനും കൂടെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി പരിപാടി ഭയങ്കര സിമ്പിളാ. ഈ വരച്ചേക്കുന്ന സെയിം സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ട ടൈമിൽ എന്റെ ഒരു വീഡിയോന്റെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായി. ശരിക്കും പറഞ്ഞാൽ കമന്റ് കണ്ടിട്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയി. കമന്റ് ഇത്രേ ഉള്ളൂ: ആദ്യം നിങ്ങൾ പോയി പഠിച്ചിട്ട് വാ, എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കും. നമ്മൾ എത്രയൊക്കെ നല്ലത് ചെയ്താലും അതിനെ മോശമായിട്ട് കാണുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്ന് എനിക്ക് ശരിക്കും അന്നാണ് മനസ്സിലായത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഒരാളുടെയും ഡിസൈൻസിനെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഡിസൈൻസിനെ കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തോണ്ട് അത് റെഡിയാക്കി എടുക്കാൻ. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ എനിക്ക് ഇതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ: എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഞാൻ നിനക്കോടെ പറഞ്ഞു തന്നൂടാ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് വെറും പുച്ഛം മാത്രം. മതി മതി, നമുക്കിനി ഡിസൈനിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഈ ഫ്ലവേഴ്സ് ഒക്കെ വരച്ചിട്ടില്ലേ, അവിടെ എവിടെയെങ്കിലും ചെറിയ ഗ്യാപ്പുകൾ കാണുവാണെങ്കിൽ അവിടെ കുറച്ച് സെമി സർക്കിളുകളും കുറച്ച് റൗണ്ട്സ് ഒക്കെ വരച്ചങ്ങ് ഫിൽ ആക്കാം. റൗണ്ട്സ് ഒക്കെ വരച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ട ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഡിസൈൻസ് വരച്ചേക്കുന്ന പുറത്തേക്കൂടെ ഈ വൈറ്റ് പോർഷൻസ് കാണുന്നില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഫിൽ ആക്കാം. ഇതിലെ ഈ വൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രൈഡിന്റെ സ്കിന്നാണ്. ഇനി ശ്രദ്ധിക്കാനുള്ള അടുത്ത പോയിന്റ് ഇപ്പൊ പറഞ്ഞുതരാൻ നോട്ട് ചെയ്തു. ഏത് രീതിക്കുള്ള ഫില്ലിങ്സ് ആണ് വരക്കണമെങ്കിലും ഫില്ല് ചെയ്യാനുള്ള ഏരിയ വളരെ കുറച്ച് വേണം നമ്മൾ വരച്ചു കൊടുക്കുക. അതായത് നമ്മൾ വരയ്ക്കുന്ന ഡിസൈൻസിനെ നല്ലോണം വലുതാക്കി വരച്ചോ, അല്ലാണ്ട് വരയ്ക്കുന്ന ഡിസൈൻസ് വളരെ ചെറുതായിട്ട് അവിടെ ഇവിടെ വരച്ച് ബാക്കി ഏരിയാസ് ഫില്ലാക്കും, അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ മുക്കാലും ഫില്ലിങ്സും കുറച്ച് ഡിസൈനും ആവരുത്. മനസ്സിലായോ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഫിനിഷ് ആക്കാൻ വേണ്ടി താഴോട്ട് 2 ലൈൻസ് വരച്ചു കൊടുക്കുക, അതിന്റെ താഴോട്ട് ഒരു സെറ്റ് ഹമ്പോടെ വരച്ചങ്ങ് സെറ്റ് ആക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വരയ്ക്കുന്ന ഹംസ് ഒരേ സൈസ് ആവാൻ വേണ്ടി താഴത്തോട്ട് ഇതുപോലെ ബോർഡർ വരച്ചു കൊടുക്കുക, എന്നിട്ട് അതിന് ടച്ച് ചെയ്ത ഹംസ് അങ്ങ് വരച്ചു കൊടുക്കുക. അപ്പൊ വരയ്ക്കുന്ന ഹംസ് എല്ലാം ഒരേ സൈസ് ആക്കാനുള്ള ഈ ട്രിക്കില്ലേ, അത് മറക്കണ്ട, ഉപകാരപ്പെടുന്നേ. അപ്പൊ ഇന്നത്തെ ഡിസൈൻ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? എന്തായാലും ഇതിന്റെ ബാക്കി നാളെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ആക്കാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.